നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് വരാം. ഇപ്രാവശ്യം നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിൽ നമ്മളൊരു പേപ്പറിൻ്റെ ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പ് മോഡലാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് മരങ്ങളും കുറച്ച് വേഗമായിട്ട് നിൽക്കുന്ന മരങ്ങൾ, പിന്നെ ഒരു വീട്, അതുപോലെ തന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു തോട്, അങ്ങനെ എല്ലാം കൂടെ നിൽക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ റെഫറൻസ് ചിത്രം നിങ്ങൾക്ക് കാണാം. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പെൻസിൽ ഡ്രോയിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ വരയ്ക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ വരച്ച് ഈ ചിത്രം പൂർത്തിയാക്കണം. ഇതിന് ആദ്യം തന്നെ നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു ഡ്രോയിങ് നമുക്ക് തയ്യാറാക്കാം. നമുക്ക് വരയ്ക്കുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരു വീട് എന്ന് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ അത് നമ്മളതിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ കീപ്പ് ചെയ്ത് വരയ്ക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം വരയ്ക്കാനായിട്ട്. പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഡ്രോയിങ് സിമ്പിളായിട്ടൊന്ന് തയ്യാറാക്കാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏരിയയിൽ നിറയെ മരങ്ങളാണ്. പക്ഷെ എന്നാലും ലാൻഡ്സ്കേപ്പിൻ്റെ ചെറിയൊരു സംഭവം നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന മരങ്ങളുടെ ഏരിയ നമ്മളൊന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്യാം. ഏകദേശം ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡ്രോയിങ് നമ്മൾ പൂർത്തിയാക്കി. ഇനി ഇതിൻ്റെ ഒരു മിഡ് ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെയുണ്ട്? ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ചെറിയ വീടിൻ്റെ മുൻഭാഗത്തുള്ളൊരു ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമാണ്. ഫോർഗ്രൗണ്ടിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ പോർഷൻ ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പേപ്പറിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ വെച്ച് ഏത് പൊസിഷനിലാണ് വീട് വരുന്നത്, ഇതിൽ നിന്ന് എത്ര താഴെയാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ കോർണർ പോർഷനിൽ എത്രമാത്രം ഒരു വെള്ളമില്ലാത്ത സ്ഥലമുണ്ട്, ഇതിൽ നിന്ന് വീടിൻ്റെ പുറകിൽ നിന്ന് എത്രമാത്രം സ്ഥലം വിട്ടിട്ടാണ് ഈ ഒരു മരത്തിൻ്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. മരത്തിൻ്റെ ഏരിയ ആണെങ്കിൽ പോലും അതെന്തോരം ഈ സ്കൈ ഏരിയയുമായി ബന്ധപ്പെട്ട് അത് എന്തോരമുണ്ട്. ഇവിടെയൊക്കെ കുറച്ചും കൂടെ മുകളിലേക്ക് കയറിയിട്ട് ഈ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷനാണ്. ഇപ്പോൾ ഏതൊരു ചിത്രം കോപ്പി ചെയ്യുമ്പോഴാണെങ്കിലും, ഇനി അതല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് നോക്കി വരയ്ക്കാനാണെങ്കിലും, നമുക്ക് ആ കാണുന്നതിൻ്റെ ആ ഒരു പ്രൊപ്പോർഷൻസൊക്കെ നമ്മുടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പറിലേക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. നമ്മൾ വരയ്ക്കാൻ എടുക്കുന്ന പേപ്പറിൻ്റെ ആ ഡിസ്റ്റൻസൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സ്പേസ് മുഴുവനും നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പേപ്പറിൻ്റെ ഏത് പൊസിഷനിലാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വീടുള്ളത്, മരമുള്ളത്, അല്ലെങ്കിൽ ആ പുഴയുള്ളത്, അങ്ങനെ ഓരോന്നിനെയും നമുക്ക് ആ പേപ്പറിലേക്ക് കൊണ്ടുവരാൻ പറ്റുമ്പോഴാണ് ആ ഡ്രോയിങ് നമുക്ക് ഈസി ആക്കാൻ പറ്റുന്നത്. നമ്മൾ ഒരു
സിമ്പിളായിട്ടുള്ളൊരു ഡ്രോയിങ്. നമ്മൾ അതിൻ്റെ പൊസിഷൻസൊക്കെ എവിടെയാണെന്ന് നമ്മൾ കൃത്യം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രോയിങ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ ഡ്രോയിങ്ങിലേക്ക് പോകാം. വീടിൻ്റെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് നമുക്ക് കൊണ്ടുവരാം. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡ്രോയിങ് ആണ്. ബാക്കിയെല്ലാം നമുക്ക് ലൈറ്റും ഷെയ്ഡിലും കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഷെയ്ഡിങ്ങിലേക്ക് ആദ്യം വരാം. വീടിൻ്റെ ഷെയ്ഡിങ്ങിലേക്ക് വരാം. കുറച്ച് ഡാർക്കായിട്ടുള്ള ഏരിയ ഏതൊക്കെയാണ്, കൂടുതൽ ലൈറ്റുള്ള സ്ഥലം ഏതാണ്, ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതൊരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴും അതിൻ്റെ എവിടെയാണ് ഏറ്റവും കൂടുതൽ ലൈറ്റ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ഡാർക്കായിട്ടുള്ള സ്ഥലം ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് ലൈറ്റും ഷെയ്ഡും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു ഒബ്ജക്റ്റ് നമ്മൾ ഡയറക്റ്റ് നോക്കി സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ചിത്രം നോക്കുമ്പോൾ ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും ലൈറ്റും ഷെയ്ഡും എവിടെയൊക്കെയാണെന്ന് കൃത്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഒബ്ജക്റ്റിലേക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ ഈ ലൈറ്റും ഷെയ്ഡും എവിടേക്കാണ് കിടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇച്ചിരി പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണോ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഉള്ളത് അവിടെ ഹൈലൈറ്റ്, അതിനുശേഷം ലൈറ്റ് കുറഞ്ഞുള്ള മിഡ് ടോൺ, ഡാർക്ക് ഷെയ്ഡ്, പിന്നെ ഒരു ഒബ്ജക്റ്റൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് കാസ്റ്റ് ഷാഡോ, പിന്നെ റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രതലത്തിൽ നിന്ന് അടിച്ചിട്ട് ഈ ഒബ്ജക്റ്റിലേക്ക് വരുന്ന ഒരു ലൈറ്റാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ്. അങ്ങനെ പിന്നെ ഈ ടോൺസ് പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാലും മെയിനായിട്ട് നമുക്ക് ഈ ഹൈലൈറ്റ്, മിഡ് ടോൺ, ഡാർക്ക് ഷെയ്ഡ്, കാസ്റ്റ് ഷാഡോ, പിന്നെ ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ്, അങ്ങനെ ഉള്ള മെയിനായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് നോക്കിയാൽ മതിയാവും. കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ടോൺസ് നമുക്ക് പിന്നെയും കണ്ടെത്താൻ പറ്റും. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് ഷെയ്ഡിങ് രീതി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് നല്ലതാണെന്ന് പറഞ്ഞല്ലോ. അത് ഇതാണ്. ഇപ്പോൾ നമ്മൾ ഈ മേൽക്കൂരയുടെ ലൈൻസിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോഴും ആ ലൈൻസ് ഇങ്ങനെ വരാവുന്ന രീതിയിൽ ഇങ്ങനെ 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 വരയ്ക്കുന്നേക്കാൾ കുറച്ചും കൂടി ആ സ്വഭാവം അനുസരിച്ച് തന്നെ ഈ വരകൾ കൊണ്ടുവന്നാൽ എന്താണോ നമ്മൾ മെയിൻ ചെയ്യുന്നത് അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ ഇങ്ങനെയുള്ള ലൈൻസ് ഒരു ഡയഗണൽ ലൈൻസാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെ നമ്മളിത് ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ഇങ്ങനെ പലകയൊക്കെ അടിച്ചിട്ടുള്ള പോലത്തെ ഒരു ഫീലിംഗ് ആണ്. മഞ്ഞിൻ്റെ ഒരു ഏരിയയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മരത്തിൻ്റെ വീട്, അപ്പോൾ മരത്തിൻ്റെ ആ പാളികൾ വെച്ചിരിക്കുന്നതിനനുസൃതമായിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരേണ്ടത്. ആ ലൈൻസ് ആ ഡയറക്ഷനിൽ വേണം കൊണ്ടുവരാനായിട്ട്. നമുക്ക് ഏതാണ്ട് അത്യാവശ്യം നമ്മൾ ഒരു വീടിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള എല്ലാ സ്ഥലവും ഇങ്ങനെ നമ്മൾ ലൈറ്റും ഷെയ്ഡ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് തന്നെ വീടിൻ്റെ ആ ഒരു ഏരിയയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ നിന്നെങ്കിലും നമുക്കൊരു പർട്ടിക്കുലർ സ്ഥലം നമുക്ക് ആവശ്യമാണ്, ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത്. കാരണം ചിലപ്പോൾ നമ്മൾ ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ
ഇത് എവിടെ നിന്ന് വരച്ച് തുടങ്ങണം എന്നുള്ളത് നമ്മൾ കുട്ടികളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇത് എവിടെ നിന്നാണ് വരച്ച് തുടങ്ങേണ്ടതെന്ന്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വരച്ചു തുടങ്ങാം, പക്ഷെ നമുക്ക് വരച്ചു കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് മറ്റുള്ള ഏരിയകളിലേക്കുള്ള ഒരു കണക്ഷൻ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു വീടാണ് നമ്മൾ ആദ്യം ഷെയ്ഡ് ചെയ്ത്, അപ്പം അതിനോട് കണക്ട് ചെയ്ത് ബാക്കിയുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ഈ ഷെയ്ഡിങ്ങിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും, നമ്മളുടെ ഈ കാൽക്കുലേഷൻസ് കുറച്ചുകൂടി കൃത്യമാവും ഷെയ്ഡ് ചെയ്യാനായിട്ട്. ഇതിനകത്ത് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണത് അങ്ങ് അതിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ രീതി അനുസരിച്ച് അങ്ങ് ഷെയ്ഡ് ചെയ്തങ്ങ് പോയാൽ മതി. കാരണം കൂടുതലും വാസ്റ്റ് ആയിട്ടുള്ള ഏരിയകൾ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. നമുക്കങ്ങനെ ഷെയ്ഡ് ചെയ്തങ്ങ് പോവാം. ഓക്കെ, ഏതാണ്ട് വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഏജിലേക്ക് നമുക്ക് വരാം. അവിടെ നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ കുറച്ച് പുല്ലും കുറച്ച് ഇല്ലാത്ത ഏരിയയുമായിട്ടൊക്കെ ഇങ്ങനെയുള്ളൊരു സ്വഭാവത്തിലാണ് ഇത് കിടക്കുന്നത്. അത് ഇങ്ങനെ ഇച്ചിരി മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പച്ചപ്പൊക്കെ കുറവാണ് ആ സ്ഥലത്തിന്. പച്ചയാണോ അല്ലെങ്കിൽ കളർ സ്കീംസ് ഒന്നും ഇതിനകത്തില്ല. കാരണം പെൻസിൽ ഡ്രോയിങ് ആണല്ലോ, മോണോക്രോമിൽ നിൽക്കുകയാണ്. മോണോക്രോം എന്ന് പറഞ്ഞാൽ ഒരു കളർ ഏതെങ്കിലും ഒരു ടോൺ മാത്രം ബേസ് ചെയ്ത് വരയ്ക്കുന്നതിനാണല്ലോ മോണോക്രോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡിങ് ആണ്. ഇവിടെ കുറച്ച് ചെറിയ ചെറിയ കുറ്റി ചെടികളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഏറ്റവും അവസാനം ചെയ്യാവുന്നതാണ്. നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തുള്ളൊരു അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസിങ് ഉള്ളത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കട്ടിയായിട്ടുള്ള ഉണങ്ങിയ പുല്ലിൻ്റെ ഏരിയാസ് ഉണ്ട്. പക്ഷെ അവിടെ നമുക്കത് ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് കുറ്റിച്ചെടികളൊക്കെ വരച്ച് നമുക്കത് നമ്മൾ ഏതെങ്കിലും ഒരു റെഫറൻസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് എപ്പോഴും നമ്മൾ ചെയ്യണം. ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു നോക്കി വരയ്ക്കണമെങ്കിൽ പോലും നോക്കി വരയ്ക്കണതിൽ നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന രീതികളിലും പിന്നെ വരയ്ക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുമ്പോഴാണ് ഏതൊരു ചിത്രവും നമ്മുടേതായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് റെഫറൻസസ് ഒക്കെ നമ്മൾ എടുക്കുമായിരിക്കും, എല്ലായ്പ്പോഴും നമ്മൾ മെമ്മറിയിൽ നിന്നായിരിക്കുമല്ലോ എടുക്കുന്നത് വരയ്ക്കുന്നതൊന്നും. ചിലപ്പോൾ നോക്കി വരയ്ക്കും, ചിലപ്പോൾ ചിത്രങ്ങളൊക്കെ നോക്കി വരയ്ക്കും. ഏത് സമയത്തും വരയ്ക്കുമ്പോഴും നമുക്ക് നമ്മുടേതായ ചില കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഒരു മനോധർമ്മം അനുസരിച്ച് കൊടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അതിപ്പോഴും നമ്മുടെ ചിത്രത്തെ നമ്മുടേതാക്കി മാറ്റാൻ സഹായിക്കും. ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ പുറത്ത് പോയിരുന്ന് വരയ്ക്കാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ചിത്രം നമ്മൾ ഫോട്ടോ എടുക്കുന്നു, അത് നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയത്തിലോ ഒക്കെ മാറ്റാനായി ശ്രമിക്കുന്നു. അപ്പം അതൊക്കെ നമുക്ക് സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഏറ്റവും നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്രകാരമുള്ള കാര്യങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യാമെന്ന് മാത്രം. ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ളത് എപ്പോഴും ഒരു നോക്കി തന്നെ വരയ്ക്കണം, ഒരു പുറത്ത് ഔട്ട്ഡോർ സ്റ്റഡി നടത്തണം, അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് വരയ്ക്കണം, അല്ലെങ്കിൽ ലൈവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആളുകളെയൊക്കെ നോക്കി വരച്ച് പഠിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇതുപോലത്തെ സ്റ്റഡീസിലേക്കൊക്കെ പോവാം. ഇതിൻ്റെ ഫോർഗ്രൗണ്ടിലുള്ള
ഒരു ഏരിയയും കൂടെ നമ്മൾ കവർ ചെയ്യുവാണ്. ഇൻ ബിറ്റ്വീനുള്ള സ്ഥലം വാട്ടർ ഏരിയയാണ്. അപ്പോൾ ഈ വാട്ടർ ഏരിയയ്ക്ക് എപ്പോഴും വാട്ടറിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഇതിൻ്റെ റിഫ്ലക്ഷൻസ് പ്ലസ് വാട്ടറിൻ്റെ ഒരു ചില സ്വഭാവങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പെൻസിൽ മീഡിയം ആയതുകൊണ്ട് നമുക്കതൊരു ചലഞ്ചിങ് ആണ്. നമ്മൾ കളർ സ്കീമാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ സംഭവത്തെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇതുവരെയും പ്രത്യേകിച്ച് പെൻസിൽ കൊണ്ട് തന്നെ വരച്ച് നമ്മൾ ആണ് ഇത് മുന്നോട്ട് പോയത്. ഇനി നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ ബാക്കിലേക്കുള്ള പോർഷൻസ് നോക്കാം. ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏരിയാസിൽ ഇങ്ങനെ ഷാർപ്പ് എഡ്ജസോടുകൂടെ നിൽക്കുന്ന മരങ്ങളുടെ ഒരു കൂട്ടമാണ് നമുക്ക് പുറകിലുള്ളത്. അപ്പോൾ നമുക്കത് ആ രീതിയിൽ തന്നെ ഒരു പരിധി വരെ നമ്മൾ ഡസ്റ്റ് ഒന്ന് യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെൻസിലിൻ്റെ പൊടിയൊന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് കംപ്ലീറ്റ്ലി ഇത് നമ്മൾ ഇതുവരെ ചെയ്തത് കേട്ടോ. നമുക്ക് കുറച്ച് ഫിനിഷിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള മരങ്ങളുടെ ഡീറ്റെയിൽസ് കുറച്ച് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ റെഫറൻസിലേക്ക് വന്നാണ് ചിത്രം നോക്കുമ്പോൾ ചിലപ്പോൾ എക്സാക്ട്ലി ഇതുപോലെ തന്നെ കാണുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയയും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ഒരു ചിത്രം നമ്മുടേതായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട്
നമുക്ക് നമ്മുടേതായ രീതിയിൽ കുറച്ചൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഒരു കാര്യത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടേതായി കൂട്ടിച്ചേർക്കാൻ കഴിയും എന്നുള്ളതാണ് അതിനകത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ വീടിൻ്റെ മുൻപിലൊക്കെ കുറച്ച് ഇതുണ്ട്. നമ്മൾ ഏറ്റവും അവസാനത്തെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കതിങ്ങനെ ആഡ് ചെയ്യാം. മരങ്ങൾ, അതുപോലെ നമ്മൾ പറഞ്ഞ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളത്തിൻ്റെ അരികിലൂടെ എന്തായാലും കുറച്ച് ചെടികളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ കുറച്ച് മുൻകൂട്ടി ചിത്രത്തിലില്ലെങ്കിൽ പോലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. വെള്ളത്തിൻ്റെ ഇങ്ങനെ റിഫ്ലക്ഷൻസിൽ എപ്പോഴും കാണുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അത് നമുക്കങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റിയ നല്ലതാണ്. വെള്ളത്തിൻ്റെ വേവ്സില്ലേ, അതിങ്ങനെ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ റിഫ്ലക്റ്റഡ് ആയിട്ട് കിടക്കുമല്ലോ. ഇതിൻ്റെ ഈ ഫോർഗ്രൗണ്ടിൽ ഇതുപോലെ തന്നെ കുറച്ച് അധികം ഷാർപ്പായിട്ടുള്ള ഇതിൻ്റെ ഒരു വാസ്റ്റായിട്ടുള്ള ഏരിയയിൽ നമ്മളിങ്ങനെ ഈ റഫ്നെസ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട്, ഇപ്രാവശ്യം നമ്മൾ പേപ്പറിൻ്റെ സ്റ്റമ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്തൊരു ബ്ലെൻഡിങ് സ്വഭാവത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് വെള്ളത്തിൻ്റെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഇത് യൂസ് ചെയ്ത് നോക്കാം. വെള്ളത്തിൻ്റെ പോർഷനിൽ മാത്രം അതുപോലെ ഇതിൻ്റെ ഈ ഏരിയകളിലൊക്കെ ഇങ്ങനെ കുറച്ച് ഒരു ഫിനിഷിങ് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക്
ഇപ്പോൾ കുറച്ചിങ്ങനെ കുറേയധികം ഡാർക്കായിട്ടുള്ള ഏരിയാസാണ് കൂടുതലുള്ളത്. ഇവിടെ സ്കൈ ഏരിയയിൽ ആക്ച്വലി പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത്രയും ഏരിയ ഇങ്ങനെ എന്തോ ഒരു വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന പോലൊരു ഫീലിംഗ് ആണ് നമുക്കുള്ളത്. ഇവിടെ നമുക്ക് ജസ്റ്റ് നേരത്തെ അപ്ലൈ ചെയ്ത പോലെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു സ്കൈ നമുക്ക് ഇതിൻ്റെ ഈ ചിത്രം വരയ്ക്കാനായിട്ട് ഷാർപ്പൺ ചെയ്ത ഡസ്റ്റ് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്കൈ ഏരിയ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ സ്പേസ് ഇവിടെ ഒന്ന് എൻഗേജഡ് ആക്കി വലിയൊരു ഫീൽ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ഒരു പെൻസിൽ ഡ്രോയിങ് നമ്മളിവിടെ പൂർത്തിയാക്കുവാണ്. അത്യാവശ്യം നമ്മളുടെ സ്പേസ് നന്നായിട്ട് എൻഗേജഡ് ആകുന്ന രീതിയിൽ ലൈൻസും അതുപോലെ റഫായിട്ടുള്ള ഷെയ്ഡിങ്ങും ചില സ്ഥലങ്ങളിൽ ബ്ലെൻഡ് ചെയ്ത് സ്മൂത്ത് ചെയ്തിരിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പെൻസിൽ ഡ്രോയിങ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ.